കൽബൾ അസ്സലാം വലൈക്കും. ഒരു മാസം കോളേജ് കൂട്ടിയോണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഉമ്രക്ക് പോകേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എന്റെ അഞ്ചത്തിനും കൂട്ടി നേരെ കോഴിക്കോട് വെച്ച് പിടിച്ച് പോകുമ്പോൾ കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 കന്തോറൊക്കെ എടുത്തിട്ടാ മൊഞ്ചൈണം കണ്ണടിക്ക് നോക്കിയപ്പോൾ ശുക്കൂർ സുന്ദരനായിട്ടാ പള്ളിയിൽ നിന്ന് ഉറുസ്കരിച്ചാണ് നേരെ നമ്മൾ അഞ്ചത്തിനെ കൂട്ടാൻ പോയിട്ടോ. ഇന്നെ പോലെ തന്നെ എപ്പോഴും ചിരിച്ചാട്ടി തന്നെ ഈ മുതലാണ് കേട്ടോ എന്റെ അഞ്ചത്തി. വരെ എത്തിയപ്പോ തന്നെ നോമ്പറക്കുള്ള അമ്മാന്റെ മാസ്റ്റർ പീസ് ആയിട്ട് സമൂസൊക്കെ റെഡി ആയിരുന്നു. ഗൾഫിക്ക് പോകണോണ്ട് തന്നെ എന്റെ അമ്മായിന്റെ മക്കൾക്ക് എന്റെ വല്യമാന്റെ വക നല്ലൊരു കടുക്ക ഫ്രൈയും ഏതാ മുതല്. പിന്നെ ഈ മുതലിനെ കൂട്ടി നാട്ടിലത്തെ അവസാനത്തെ തറാവി നിസ്കരിച്ചിട്ട്, കാരണം ഈ നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിൽ കൊള്ളുട്ടോ. തറാവി കഴിഞ്ഞ് വന്നപ്പോ എരിന്തൊക്കെ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ മണക്കാൻ തുടങ്ങിട്ടോ. തൊട്ടപ്പുറത്ത് നല്ല അയിനും മത്തിയൊക്കെ പൊരിച്ചത്, മൊത്തത്തിലൊരു കളറ് വൈബ്. ഫ്രിഡ്ജ് നോക്കിയപ്പോ കൊണ്ടുപോകാനുള്ള ചക്കി റെഡിട്ടോ. പിന്നെ ഞങ്ങളെ സ്വന്തം നീന്തവാക്കി ഈ ചിരിച്ചേന്റെ മുതലാണ് കേട്ടോ നമ്മളെ കാക്ക. ഈ മുതലാണ് നമ്മളെ ഇൻഫ്ലുവൻസർ ഇപ്പ. ഈ സാധനങ്ങളൊക്കെ കണ്ട ഇമിഗ്രേഷൻ സെക്യൂരിറ്റി വിചാരിക്കുക ഏതെങ്കിലും പച്ചക്കറിക്കാരനെ എക്സ്പോർട്ട് ചെയ്യണം നീക്കിട്ടാ. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ കെട്ടി ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടാ. എല്ലാം കൂടി കഴിഞ്ഞപ്പോ 12 ആയിട്ടുണ്ടാവും. രാവിലെ നമ്മൾ നേരത്തെ അടിച്ച് കന്തൂറൊക്കെ ഇട്ട് സെറ്റ് ആയി 2 റക്കാത്ത സുന്നത്ത് സ്കേച്ച് ദ്വാരന്നാണ്ട് നമ്മൾ വേഗം ഇറങ്ങിട്ടോ. ലഗേജ് ഒക്കെ കാർ കയറ്റി എല്ലാവരോടും സലാം പറഞ്ഞ് നമ്മൾ ഇറങ്ങിട്ടോ. കോഴിക്കോട് എയർപോർട്ടിലെത്തി ഇമിഗ്രേഷനെ കഴിഞ്ഞ് നമ്മളെ കൈമേൽ ബോർഡിംഗ് പാസ് കിട്ടിട്ടോ. പിന്നെ നമ്മൾ ഗാന്ധിജിന്റെ കറൻസിയൊക്കെ മാറ്റി റിയാലാക്കിട്ടോ. അങ്ങനെ അവസാനത്തെ ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ നേരെ വിമാനത്തിൽ കാട്ടോ. ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നതിന്റെ പൊലിവും ചിരിയാനിട്ടപ്പോ അവിടെ കാട്ടിക്കൂട്ടണേ. ട്രെയിനൊക്കെ മാറി കയറുന്ന പോലെ ഫ്ലൈറ്റ് മാറി കയറരുത് വാപ്പാന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായി. റിയാദത്തിന് വരെ ആരെങ്കിലും കിട്ടുമോ നോക്കിയപ്പോഴാണ് ഒരു ഖദീജിനെയും ഒരു ഫാത്തിമനും കിട്ടിയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ അപഹരത്തിട്ട് കാണാം.